ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിശേഷത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പം പാർത്തമ്മോന് പരീക്ഷയാണ്. ഇന്ന് മാത്സിൻ്റെ പരീക്ഷയാണ് കേട്ടോ. അവൻ താമസിച്ച് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് പരീക്ഷ. പിന്നെ അണ്ണന് കൈ വയ്യാത്തത് കൊണ്ട് തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല. അപ്പം നേരം നന്നായിട്ട് വെളുത്തതിന് ശേഷമാണ് ഞാൻ എണീറ്റിരിക്കുന്നത്. നമ്മുടെ സൂര്യനൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ മുല്ലയിൽ നിറച്ച് മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മൈലാഞ്ചിയെ പടത്തിയേക്കുന്ന മുല്ലയാണ്. അപ്പോൾ അങ്ങനെ സൂര്യൻ്റെ വെളിച്ചം നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിൽ കയറി കാപ്പിക്ക് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. കാരണം എല്ലാ വ്ളോഗിനകത്തും എൻ്റെ കാപ്പി എല്ലാം നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ കുറച്ച് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണങ്ങളുടെ ആ ഒരു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആകാമെന്ന് കരുതി. അപ്പം നമുക്ക് ചെങ്കലവയാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് കിട്ടിയത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇന്ന് ചെങ്കലവയെന്നാണ് പറയുന്നത്. ചിലയിടങ്ങളിൽ കിളിമീൻ എന്ന് പറയും. ഞങ്ങളുടെ ഇവിടെ കിളിമീൻ വേറെയാണ്. ഇതിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പ് മീനുണ്ട്. അതിനെ ഞങ്ങളിവിടെ കിളിമീൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചെങ്കലവ വെട്ടി കറി വെക്കണം, പിന്നെ കുറച്ച് വറക്കണം, പിന്നെ ഒരു ചാറ് കറി, തോരൻ, അങ്ങനെയൊക്കെയാണ് മെനു ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പാർത്തമ്മന് ഉച്ചയാകുമ്പോഴത്തേക്കിനും പോകണമല്ലോ. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ മീൻ അങ്ങ് വറക്കാനായിട്ട് വെച്ചു. പിന്നെ മീൻ വറക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അടുപ്പയിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചാറ് കറിക്ക് വേണ്ടി ഞാനാണെങ്കിൽ നമ്മുടെ മാങ്ങ അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മാങ്ങ വെന്തിട്ട് നമ്മളിങ്ങനെ മോര് കൂട്ടാൻ വെക്കത്തില്ലേ, അതേ കണക്ക് തന്നെയാണ് മാങ്ങ കറി വെക്കുന്നത് കേട്ടോ. തേങ്ങയും വേണ്ട നമ്മുടെ മാങ്ങ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കണം. നമ്മുടെ മീൻ വറുത്തതായി തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇവയെല്ലാം ചേർത്ത് ഈ വേവിച്ച മാങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നല്ല മഷി പോണക്ക് അരച്ചെടുക്കും. മഷി പോണക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കും. പിന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ കടുകും ഉള്ളിയും എല്ലാം നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് വറ്റൽമുളകും ഇട്ട് കായം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മോര് കാച്ചുന്ന കണക്ക് തന്നെ വെക്കുന്നത് കൊണ്ടാണ് ഞാൻ കായം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പെല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, നമുക്കെത്ര ഒരുപാടങ്ങ് വെള്ളം വെച്ച് ശരിയാവത്തില്ല കേട്ടോ. ഒരു പരുവത്തിനുള്ള വെള്ളം വെച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. തിളപ്പിച്ചത് പീരയും വെള്ളമാവും. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫാക്കുക. പിന്നെ നമുക്ക് മീൻകറി വെക്കണം. അതിനായിട്ട് ഞാനിങ്ങനെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ വെളുത്തുള്ളിയും ജീരകം പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചതിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് പിന്നെ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല. ആ തക്കാളിക്ക് പകരം ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുടംപുളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഈ വക സാധനങ്ങളെല്ലാം നന്നായിട്ട് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. മിക്സ് ചെയ്ത് പച്ച മണം പോകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ഉപ്പിട്ട് തന്നെ തിളപ്പിക്കുക. ഉപ്പിട്ട് മൂടി വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം മാത്രം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. കാരണം ഈ മീൻ പെട്ടെന്ന് വെന്തുടയുന്ന മീനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരുവിധ കാര്യങ്ങളെല്ലാം സെറ്റായപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിക്ക് പരീക്ഷയ്ക്ക് പോകാൻ സമയമായി. അങ്ങനെ അവന് ഫുഡൊക്കെ കൊടുത്തു. അവൻ അങ്ങനെ കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ റെഡി ആവുകയാണ്. എന്തോ തന്നെ പരീക്ഷ? മാത്സിൻ്റെ പരീക്ഷയാണോ? ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കമൻറ്റ് ഇട്ടതാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ സുന്ദരിമണി ഇന്ന് കുളിപ്പിച്ചായിരുന്നു. കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് അവൾ ഉറക്കമായി. പാർത്തമ്മോനുണ്ട് പരീക്ഷയ്ക്ക് പറഞ്ഞിട്ട് റെഡിയായിട്ട് ഇറങ്ങിയേക്കാണ്. അണ്ണനുണ്ടായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ട് പരീക്ഷയ്ക്ക് പോവുകയും വൈകിട്ട് വെയിൽ കൊണ്ട് നടന്ന് വരികയൊന്നും വേണ്ട, കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ പിന്നെ പാർത്തമ്മോനും പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാനും അണ്ണനും പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. അത് ഞങ്ങളിങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചു. പാർത്തമ്മോനും ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. ഇതേപോലെ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റാ.